താർ എടുക്കുന്ന ഒരു മണ്ടത്തരമാണോ? ഇവനെ കാണാനും കൊണ്ടു നടക്കാനും വേറെ മൂഡ് തന്നെയാണ്. എന്നാൽ നമ്മുടെ താറിന്റെ കംപ്ലൈന്റ്സിന്റെ വീഡിയോസ് കണ്ട് കുറെ പേര് DM ചെയ്തിട്ടുണ്ട്. താർ എടുക്കുന്ന ഒരു മണ്ടത്തരമാണോ, താർ ഒരു മോശം വണ്ടിയാണോ, അങ്ങനെ കുറെ കാര്യങ്ങൾ. എല്ലാ കാസിനും കംപ്ലൈന്റ്സും കാര്യങ്ങളൊക്കെ വരും. എന്നാൽ മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ സർവീസ് സെന്റർ പ്രോപ്പർ ആയിട്ട് ആ കംപ്ലൈന്റ്സ് കണ്ടുപിടിച്ച് ക്ലിയർ ചെയ്ത് തരുവാണെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഇഷ്യൂ. പിന്നീട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സർവീസ് സെന്റർ മോശമായിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ ആ ചീത്തപ്പേര് വണ്ടിക്കൂടെ കിട്ടുന്നതാണ്. നമ്മുടെ വണ്ടി ഇപ്പോൾ ഓൾമോസ്റ്റ് 62,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ കംപ്ലൈന്റ്സും നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് സർവീസ് സെന്ററിൽ നിന്ന് മാറിയിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും. അതുപോലെ തന്നെ ഇനി നമുക്ക് 2 കംപ്ലൈന്റ്സ് ആണ് പെൻഡിങ് ഉള്ളത്. അത് മോസ്റ്റ്ലി ഒരു 70% താറിനും ഉള്ള കംപ്ലൈന്റ്സ് തന്നെയാണ്. അതിലൊരു കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ റണ്ണിംഗ് ടൈമിൽ തന്നെ ഒരു വാർണിംഗ് നോയിസോടുകൂടി നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഒരു സ്പ്ലിറ്റ് സെക്കൻഡിൽ ഒന്ന് ബ്ലിങ്ക് ചെയ്തു പോകും. ഈ ഒരു കംപ്ലൈന്റ് ഞാൻ പലരോട് സംസാരിച്ചപ്പോൾ അവർക്കെല്ലാം ഈ സെയിം ഇഷ്യൂസ് അവരുടെ താറിനുണ്ട്. പിന്നീട് സെക്കൻഡ് വരുന്ന ഇഷ്യൂ എന്താ വെച്ചാൽ ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് ചില സമയത്ത് ഒരു ടക്ക് എന്ന് പറഞ്ഞ നോയിസ്, അതായത് 2 സ്പാനർ വെച്ച് കൂട്ടി അടിച്ചാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു നോയിസ് നമുക്ക് ബാക്കിലെ വീലിന്റെ സൈഡിൽ നിന്ന് കേൾക്കും. ഇത് മോസ്റ്റ്ലി ഓൾമോസ്റ്റ് എല്ലാ താറിനും നമ്മളിപ്പോൾ കണ്ടുവരുന്നുണ്ട്. അത് 2 ദിവസം വണ്ടി ഇടണം, എന്നാലും അത് നമുക്ക് എന്താണെന്ന് അറിഞ്ഞ് ചെക്ക് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും ഈ പറഞ്ഞ 2 കംപ്ലൈന്റ്സ് നമ്മൾ ഉടനെ തന്നെ കാണിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ചെയ്യാൻ പോകുന്ന ബാക്കി വർക്കിന്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്.